ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലേ. അതെ, നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൂജ ഹോളിഡേയ്സ് ഉണ്ടല്ലോ, ആ ഒരു ടൈമിനാണ് കേട്ടോ പോയത്. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോയ സ്ഥലം എവിടെയാണെന്ന് ഓൾമോസ്റ്റ് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ. അതെ, നമ്മൾ കൊടൈക്കനാലാണ്. അപ്പോൾ നമ്മൾ സൺഡേ അല്ലട്ട് സാറ്റർഡേ സാറ്റർഡേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നൈറ്റാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് ലേറ്റായിപ്പോയി. അപ്പോൾ സൺഡേ രാവിലെ നമ്മൾ ഇറങ്ങിയതാണ്. അപ്പം ഒരു ദിവസം കൊണ്ട് മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. രാത്രിയൊക്കെ അടിപൊളി തണുപ്പും രാവിലെ ചെറിയ വെയിലും ചൂടും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ സൂയിസൈഡ് പോയിന്റിലാണ്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ കുറേ കടകളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ക്യാപ്പ് പൊന്നിന് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ആ കാണുന്ന ക്യാപ്പൊക്കെ 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് പോകാനായിട്ട്. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും എടുത്ത വീഡിയോ ഒന്നും ഫോണിൽ സേവ് ആയില്ല കേട്ടോ. അപ്പം അവിടെ രണ്ട് സൈഡിലും ഇതുപോലെ ഭയങ്കരമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ചോക്ലേറ്റ്, ഡ്രസ്സ്, അങ്ങനെ ഇഷ്ടമാതിരി കടകളാണ്, ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ വേണമെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങാം. പിന്നെ ഞങ്ങൾക്ക് സമയമില്ല, മാക്സിമം സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇത്ര ടൈം വെച്ചിട്ട് സ്പെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പോയത് കേട്ടോ. അങ്ങനെ അവിടെ പോയി കുറേ നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. വള, കമ്മൽ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ റേറ്റൊന്നും ചോദിച്ച് വാങ്ങിയില്ല. കാരണം വാങ്ങാനുള്ള ആ ഒരു സമയത്ത് തിരക്ക് കാരണം വാങ്ങണമെന്നും വിചാരിച്ചില്ല. പിന്നെ ഒരു കീ ചെയിൻ ഉണ്ടല്ലോ, ഭയങ്കര കാർട്ടൂൺ ബേസ് ആയിട്ടുള്ള ആ കീ ചെയിനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് 2 പൊന്ന് വാങ്ങിയത്, ഈ ഒരെണ്ണം വേറെ ഒരെണ്ണം പൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വേറൊരു സാധനമാണ് ഈ ഒരു ഗണപതി കേട്ടോ. ഇത് ക്രിസ്റ്റൽ ടൈപ്പ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് നമ്മളെ നവധാന്യങ്ങൾ കൊണ്ടൊരു ഗണപതി. അപ്പം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഇതൊരെണ്ണം വാങ്ങിയായിരുന്നു. ഒരു പീസിന് 100 രൂപയാണ്. അങ്ങനെ ഇതെല്ലാം വാങ്ങി നമ്മൾ അവിടെ നിന്ന് വീണ്ടും വേറൊരു പോയിന്റ്, ഇഷ്ടമാതിരി പോയിന്റ് ഉണ്ട് കേട്ടോ അവിടെ വ്യൂ ചെയ്യാനുള്ള. അങ്ങനെ നെക്സ്റ്റ് വ്യൂയിലോട്ട് പോയി. കണ്ടില്ലേ, അടിപൊളി ക്ലൈമറ്റാണ്, ഫുൾ കോടയാണ്. എന്ത് ഭംഗിയെന്നറിയുമ്പോൾ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കുറേ സമയം അങ്ങ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ സമയമല്ല കേട്ടോ, കുറച്ച് സമയം ഇവിടെ നിന്ന് കുറേ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും ഇത്ര ടൈമായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഗുണാകേവാണ്. എൻ്റെ പൊന്നോ, അവിടെ പോകുമ്പോൾ തന്നെ കൂവലും വിളിയും ബഹളും ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ കയറുമ്പോഴേ നമ്മൾ കുട്ടിട്ടാന്നുള്ള വിളിയാണ് കേട്ടുകൊണ്ട് നമ്മൾ പോകുന്നത്. അടിപൊളിയായിരുന്നു, നല്ല രസം പോകാനൊക്കെ ആയിട്ട്. കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. പിന്നെന്താണ്, അവിടുത്തെ ക്ലൈമറ്റും ഇതുപോലെയായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നിന്ന് കേട്ടോ. പക്ഷേ നമ്മൾ ചെന്ന് കയറിയ സമയമായപ്പോഴത്തേക്കും ചെറിയ മഴയുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാലും കുറേ സമയം നടന്നു. നല്ല രസമുള്ള സ്ഥലമാണ്. ഇനി അടുത്ത സമയം പോകുമ്പോഴത്തേക്കും അധികം തിരക്കൊന്നും വരാത്ത രീതിയിലുള്ള സമയം നോക്കി പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റും കണ്ടില്ലേ, അടിപൊളിയായിരുന്നു കേട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയാമോ കാണാനൊക്കെ ആയിട്ട്. എൻ്റെ ദൈവമേ, തിരക്കാണെങ്കിൽ പറയേണ്ട, ഭയങ്കര തിരക്ക്. ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ടൊക്കെയാണ് കേട്ടോ കയറിയത്. കാരണം ഇവിടെ കയറാനുള്ള ആ ഒരു തിരക്ക് കാരണം പൊന്നൂനാണെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ ഇതിലൊക്കെ കയറാനായിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊന്നും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇവൾക്ക് പേടി കാരണം എന്നാൽ എവിടെയും നിർത്തിയിട്ട് പോകുന്നത് വെച്ചാൽ ആരെങ്കിലും ഇടിച്ച് തള്ളിയിടുമെന്ന് പേടിച്ചിട്ട് അവിടെ നിർത്തിയിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ മുകളിൽ കയറിയില്ല, താഴെ നിന്നിട്ട് ജസ്റ്റ് കണ്ടിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിൽക്കുമ്പോഴൊക്കെ മൊത്തം കൂവലും ബഹളം, വേറൊരു വൈബാണ് കേട്ടോ അതിനകത്ത് കയറുമ്പോൾ തന്നെ. നല്ല രസമുണ്ട്. എനിക്ക് കൊണ്ട് നമ്മളെ ലൈഫിലൊക്കെ ഒരു വൺ ടൈമൊക്കെ പോയി എപ്പോഴെങ്കിലുമൊക്കെ ഒരു പ്രാവശ്യം പോയി കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഇപ്പം ഞാനും കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പോവാം. ഇപ്പോഴാണ് ആ ഒരു സമയം വന്നത്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇവിടെ. അങ്ങനെ നമ്മളിതാ പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞില്ല ചെറിയ മഴയുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മഴ പെയ്യുന്ന സമയമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങി വന്നു.
അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും ഇതുപോലത്തെ ചെറിയ 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 സാധനങ്ങളൊക്കെ കാണും. മരത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കാണും കേട്ടോ. അങ്ങനെ തിരിച്ച് ഇറങ്ങിയ സമയത്ത് കയറിയ അത്ര തിരക്ക് കണ്ടില്ല. അങ്ങനെ തിരിച്ച് താഴെ ഇറങ്ങിയ സമയത്ത് പൊന്നിന് വിശക്കുന്നു, വെള്ളം ദാഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കുറേ സാധനങ്ങളൊക്കെ ബർഗർ, പൊന്നു എന്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്? ബർഗറല്ല, നീ എന്തോ പൊന്നിന് കോണ് വാങ്ങണമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ കോണില്ലാത്തതുകൊണ്ട് അവളൊരു ബർഗർ വാങ്ങിച്ച്. ഞാൻ പറഞ്ഞു നീ അവിടെ പോയി തന്ന് ചിക്കൻ ബർഗറായിരുന്നല്ലേ, പക്ഷേ ഇതൊന്നും കഴിക്കല്ലേ വയറൊക്കെ കേടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഇത് തന്നെ മതിയെന്നും പറഞ്ഞിട്ട് കഴിക്കുന്നതാണ്. പിന്നെ എന്തോ വയറിനൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കഴിച്ചിട്ട് ഇറങ്ങി. നമ്മൾ തിരിച്ച് അവിടെ നിന്നപ്പോഴത്തേക്കും വീണ്ടും തിരക്ക് കയറി. അവിടെ പിന്നെ നമ്മൾ കണ്ടില്ലേ കുറേ മങ്കീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന സമയത്തുണ്ടല്ലോ വേറൊരു വണ്ടിയുടെ മുകളിൽ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇത് പറക്കിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ അടുത്ത് പോയതാണ് നമ്മുടെ ഈ ഒരു പൈൻ ട്രീയുടെയൊക്കെ ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ. അപ്പം അവിടെ പോകുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ കുതിര സവാരിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കും കേട്ടോ. ഒരാൾക്ക് 100 രൂപ, 200 രൂപ, ഒരാൾക്ക് 200 രൂപയാണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളാരും കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോയവരൊക്കെ കയറുന്നുള്ളവരൊക്കെ പോയി കയറി. അങ്ങനെ നമ്മൾ ഇവിടെയും കുറേ നേരം സ്പെൻഡ് ചെയ്ത് കേട്ടോ. ഇതാണ് നമ്മുടെ താളവട്ട സിനിമയുടെ ഒരു ഷൂട്ട്. ആ ഒരു സമയത്തുള്ള സീനൊക്കെ എനിക്ക് ഓർമ്മ വന്നിട്ട് അവിടെ പോയപ്പോഴത്തേക്കും ലാലേട്ടൻ ഇങ്ങനെ ഓടുന്നതൊക്കെ എനിക്ക് ഓർമ്മ വന്നു മനസ്സിൽ ചുമ്മാ. അങ്ങനെ ഇവിടെയും കുറേ നേരം നിന്നിട്ട് അടുത്ത് നമ്മൾ പോയതാണ് മിറർ പോയിൻ്റ് കേട്ടോ. അങ്ങനെ കുറേ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാണാൻ അടിപൊളിയല്ല. ഒരു സ്കൈയൊക്കെ കറക്റ്റ് ആ ഒരു ബ്ലൂവും വൈറ്റ് ഷെയ്ഡൊക്കെ ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ലാക്കിലാണ് പോയത്. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ചോക്ലേറ്റ് അങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി ചെറിയ ചെറിയ ഷോപ്പിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് പോകുന്ന കേട്ടോ. അപ്പം നല്ല രസമുള്ള സ്ഥലമായിരുന്നു. എനിക്കും പൊന്നുവിനും പോകണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. പിന്നെ പെട്ടെന്ന് ഇങ്ങ് വന്നു എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് എല്ലായിടും കവർ ചെയ്തു. എന്നാലും നമ്മൾ എൻജോയ് ചെയ്യാതെ ഒന്നും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഒരു ദിവസം കൂടി നന്നായിട്ട് അവിടെ ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്തിട്ട് വന്നിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ നല്ല മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ പോയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.